വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. സിനിമാ രംഗത്തെ സമകാലിക സംഭവങ്ങളെക്കുറിച്ച് മിക്കപ്പോഴും സംസാരിക്കുന്ന സംവിധായകനാണ് ശാന്തിവിള ദിനേശ്. പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വിവാദത്തിലായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി പ്രസ്താവനകൾ ശാന്തിവിള ദിനേശ് നടത്തിയിരുന്നു. സൂപ്പർ താരങ്ങൾക്കെതിരെ തുറന്നു വിമർശിക്കാൻ ശാന്തിവിള ദിനേശ് മടിക്കാറില്ല. തന്റെ തുറന്നടിച്ചുള്ള പ്രസ്താവനകളുടെ നിരന്തരം വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തി കൂടിയാണ് ശാന്തിവിള ദിനേശ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ വിവാദ താരം സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് ശാന്തിവിള ദിനേശ്. ആറാട്ടണ്ണനെ എവിടെ വെച്ച് കണ്ടാലും ഇടിക്കുമെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ശാന്തിവിള ദിനേശിന്റെ പ്രസ്താവന. ആ പിച്ചക്കാരൻ ചെക്കനെ ഇനി എന്ത് കേസ് വന്നാലും ശരി, എവിടെ വെച്ച് കണ്ടാലും ശരി ഇടികൊടുക്കും. വൃത്തികെട്ട ചെറുക്കനാണ്, ആലവരാതി. ഒരു സിമ്മിൽ നിന്ന് വിളിക്കുന്നു, നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ മാന്യമാണെങ്കിൽ അവിടെ നിർത്തും. അത് 5 മിനിറ്റ് വരെ സിമ്മിൽ നിന്നും വിളിക്കുന്നു. നിന്നോട് സംസാരിക്കാനുള്ളത് ഞാൻ പറഞ്ഞതല്ലേ, ഫോൺ വെക്കുന്ന ഞാൻ പറഞ്ഞു. 15-20 മിനിറ്റ് കഴിഞ്ഞ് മൂന്നാമതൊരു സിമ്മിൽ നിന്നും വിളിച്ചു. ഇവന്റെ അച്ഛനും അമ്മയും കുറെ സിമ്മുകൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുവെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. 4-മത്തെയോ 5-മത്തെയോ സിമ്മിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എന്ത് കേസ് വന്നാലും ശരി നിന്റെ മൂക്കിടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞത്. അത് എവിടെ വെച്ച് കിട്ടിയാലും കൊടുക്കും എന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്. പിന്നാലെ മഞ്ജു വാര്യരെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് സന്തോഷ് വർക്കി പറഞ്ഞതിനെ കുറിച്ചും ശാന്തിവിള ദിനേശ് സംസാരിക്കുന്നുണ്ട്. മഞ്ജു വാര്യരുടെ സഹോദരനൊക്കെ എങ്ങനെയാണ് ആണായിട്ട് നടക്കുന്നത്? മഞ്ജു വാര്യരുടെ അച്ഛൻ വിളിച്ച് പറയുകയാണ്, ചേച്ചി എനിക്ക് കെട്ടിച്ചു തരണമെന്ന്. അവൾക്കൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനുള്ള പാങ്ങുണ്ടോ ഇവന്? അവരോട് പറഞ്ഞേക്ക് അവന്റെ കഷ്ടകാലം തുടങ്ങുന്നത് ശാന്തിവിള ദിനേശിന്റെ മുന്നിൽ വരുമ്പോഴാണ് എന്ന്. ഇനിയിപ്പോൾ അകത്ത് കിടക്കേണ്ടി വന്നാലും അവൾ ഒറ്റപ്പെട്ടു പോയാലും ശരി, അവന്റെ മൂക്ക് ഞാൻ ഇടിച്ചു പരത്തുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിനിടെ മലയാള സിനിമയുടെ ബഡ്ജറ്റ് കൂടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ചും ശാന്തിവിള ദിനേശ് സംസാരിക്കുന്നുണ്ട്. ചെക്ക് ഒപ്പിടാൻ 18 വയസ്സാകണമെന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്ന പയ്യൻ നിർമ്മിച്ച സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റായ ചെമ്മീൻ. അതുപോലുള്ള നിർമ്മാതാക്കൾ ഉണ്ടായിരുന്ന മലയാള സിനിമയാണ്. ഇപ്പോൾ കണക്കുകൂട്ടലില്ല. 4 കോടി മുടക്കി സിനിമ തീർക്കാമെന്ന് പറഞ്ഞ് 20 കോടി ആയാൽ എത്ര ഇരട്ടിയായി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അയാൾക്ക് കുഴപ്പമില്ലെന്നാണ് പറയുന്നതെങ്കിൽ അവന്റെ പണം എവിടെ നിന്നും വന്നതാണെന്ന് ED അന്വേഷിക്കണം. എന്റെ 20 കോടിയാൽ പുല്ലാണെന്ന് പറയുകയാണെങ്കിൽ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ല. കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയതാണെങ്കിൽ അങ്ങനെ പറയില്ല. ഒന്നെങ്കിൽ അവന്റെ തന്ത ഉണ്ടാക്കിയ പൈസ, അല്ലെങ്കിൽ കള്ളപ്പണമായിരിക്കുമെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. 4 കോടിക്കെന്ന് പറഞ്ഞ് 20 കോടിക്ക് തീർക്കേണ്ടി വന്ന സിനിമ, 2 ലക്ഷം രൂപ പോലും കളക്ഷൻ കിട്ടാതെ ഹോൾഡ് ഓവർ ആയ സിനിമയുടെ നിർമ്മാതാവ് പരസ്യമായി എന്റെ 20 കോടി പോയാൽ പുല്ലാണെന്ന് പറഞ്ഞാൽ അവന്റെ പൈസ എവിടെ നിന്ന് വന്നുവെന്ന് ED അന്വേഷിക്കണം. അത് കഷ്ടപ്പെടാതെ കിട്ടിയ പൈസയായിരിക്കും. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ അങ്ങനെ പറയില്ല. എന്നിട്ട് ആ സംവിധാനം വെച്ച് ലിസ്റ്റിൽ സ്റ്റീഫൻ പടം ചെയ്യുന്നു. എന്നിട്ടാണ് ഇവർ നടന്മാരുടെ പ്രതിഫലം കുറയ്ക്കാൻ നടക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്.